ഹലോ എവരിവൺ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സി, റിവോൾട്ട് ഓഫ് 1857, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, സ്വദേശി മൂവ്മെൻറ്റ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, സൂററ്റ് സ്പ്ലിറ്റ്, പിന്നെ അതേപോലെ പ്രശസ്തമായിട്ടുള്ള എല്ലാ ഇവൻറ്റ്സുമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് മുമ്പിലുള്ള വീഡിയോ എടുത്ത് കാണാം. ഓക്കെ, മിൻറ്റോ മോർലി, ഗദ്ദാർ പാർട്ടി, ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ. നമ്മൾ ലാസ്റ്റ് ഏകദേശം സൈമൺ കമ്മീഷൻ വരെയാണ് ഡിസ്കസ് ചെയ്ത്. ഇന്ന് അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബർദോളി സത്യാഗ്രഹ. അപ്പോൾ ഗുജറാത്തിലാണ് ഈ ബർദോളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം സിറ്റുവേറ്റ് ചെയ്യുന്നത്. 1928 നമ്മുടെ ബർദോളി സത്യാഗ്രഹ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സത്യാഗ്രഹയുടെ ഏറ്റവും ഒരു റൂട്ട് കോസ് അല്ല പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അവിടുത്തെ ലാൻഡ് റവന്യൂ, നിലത്തിലുള്ള റവന്യൂ, ലാൻഡ് റവന്യൂ, അതായത് ബ്രിട്ടീഷിലേക്ക് ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെ ലാൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഏറ്റവും ഈ ബർദോളി സത്യാഗ്രഹയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രശസ്തമായിട്ട ഇനിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബർദോളി സത്യാഗ്രഹയാണ് സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റിന് ഒരു ഫൗണ്ടേഷനായിട്ട് വന്നത്. സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റ് 1930 നടക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അതുപോലെ ഒരു ഇവൻ്റ് വരാൻ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ളൊരു കാരണമായിട്ട് നിന്നത് ബർദോളി സത്യാഗ്രഹമായിരുന്നു. ബർദോളി സത്യാഗ്രഹയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു വല്ലഭായ് പട്ടേൽ. അപ്പോൾ വല്ലഭായ് പട്ടേൽ ഈ ബർദോളി സത്യാഗ്രഹയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതോടുകൂടി ബർദോളി ഗാന്ധി എന്നറിയപ്പെട്ടതും സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അതിനുശേഷം മഹാത്മാഗാന്ധിജിയായിരുന്നു വല്ലഭായ് പട്ടേലിന് സർദാർ എന്നിട്ടുള്ള ഒരു നാമവിശേഷം കൊടുത്തത്. SARDAR. അങ്ങനെയാണ് സർദാർ വല്ലഭായ് പട്ടേലായിട്ട് മാറാൻ കാരണമുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ പങ്കെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലെ ലോക്കൽ ഫാർമേഴ്സായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു സത്യാഗ്രഹത്തിന് ഉണ്ടായിരുന്നത്. അതിനുശേഷം നെഹ്റു റിപ്പോർട്ട് 1928 ഇങ്ങനൊരു പ്രശസ്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് മേജർ അറ്റംപ്റ്റ് ബൈ എൻ ഇന്ത്യൻ ടു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് നെഹ്റു റിപ്പോർട്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് മേജർ അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത് നെഹ്റു റിപ്പോർട്ടായിരുന്നു. അപ്പോൾ നെഹ്റു റിപ്പോർട്ട് വന്നത് 1928 കൽക്കട്ട സെഷനിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. August 10, 1928 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചരിത്ര പ്രശസ്തമായ ഏറ്റവും വലിയൊരു കാര്യമാണ് സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് മാസ് മൂവ്മെൻറ്റ് ഓഫ് ഗാന്ധിജി ആയിരുന്നു. സെക്കൻഡ് മാസ് ബേസ്ഡ് അല്ലെങ്കിൽ കുറേ കൂടെ കൂടുതൽ ആൾക്കാരെ ചേർത്തിട്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് മഹാത്മാഗാന്ധിജി നടത്തിയ ഒരു മൂവ്മെൻറ്റാണ് സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നത് 1929 ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഗെയിൻസ്റ്റ് ടാക്സ് ഓഫ് സാൾട്ട്, ടാക്സ് ഓൺ സാൾട്ട്, ഉപ്പിന് ടാക്സിൻ്റെ പേരിലായിരുന്നു ഉപ്പിന് കരം എന്ന് പറയുന്നത് ടാക്സ്. ആ ഒരു പേരിലാണ് ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റ് വന്നത്. അതിനെയാണ് നമ്മൾ ദണ്ഡി മാർച്ച് എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത് 12 മാർച്ച് 1930 തുടങ്ങിയത്. ഏകദേശം 385 കിലോമീറ്ററോളം നടന്നു.
അപ്പോൾ ആരൊക്കെ അതിലുണ്ടായിരുന്നവന് ഗാന്ധിജി ഉൾപ്പെടെ 78 പേരായിരുന്നു അന്ന് ആ ഒരു മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു ദണ്ഡി മാർച്ചിലെ വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ 5th April 1913 ദണ്ഡിയിൽ ഗാന്ധിജിയും ടീമുകളും അല്ലെങ്കിൽ അവിടെ കൂടെയുള്ള സത്യാഗ്രഹീസ് എത്തുന്നത്. അതിനുശേഷം 6 April 1930 ആ സാൾട്ടിലോ ബ്രേക്ക് ഉണ്ടായിരുന്നത്, സാൾട്ടിലോ ബ്രേക്കായത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചരിത്ര പ്രശസ്തമായിട്ടുള്ള രഘുപതി രാഘവ രാജാറാം എന്നുള്ള ഗീതം പാടിയിട്ടാണ് ഈ ഒരു ദണ്ഡി മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് യർവേദ ജയിലിൽ മഹാത്മാഗാന്ധിജി ഏകദേശം കുറേ കാലം ഇംപ്രിസൺ ആകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 1931 അവിടുന്ന് ഗാന്ധിജി ജയിൽ മോചിതൻ ആവുന്നത്. അതിനുശേഷം ഈ സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തത് 1934 ഏപ്രിലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ ശേഷം പൂർണ്ണ സ്വരാജ് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. 1929 ലാഹോറിൽ വെച്ച് നടന്ന ഒരു INC സെഷനിലാണ് ആക്ച്വലി ഈ ഒരു പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ വന്നത്. അന്ന് ഈ ഒരു പൂർണ്ണ സ്വരാജിന് വേണ്ടി പിന്നാലെ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു ജവഹർലാൽ നെഹ്റു. അതിനുശേഷം 1930 ജനുവരി 26 ഫസ്റ്റ് ഡേ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ ഒരു പൂർണ്ണ സ്വരാജിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാന്ധിജിയുടെ സാൾട്ട് സത്യാഗ്രഹയുടെ ഒരു മേജർ എയിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സ്വരാജ് തന്നെയായിരുന്നു ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്, പൂർണ്ണ സ്വരാജിൽ വരുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 3 കാര്യങ്ങളാണ് 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, 1931 സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, 1932 തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത്, ഓക്കെ ഞാനിവിടെ എഴുതാം, 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് 12th November 1930 മുതൽ 19th January 1931 വരെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, ഓക്കെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് രാംസ്വാമി മെക്ഡൊണാൾഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതാം RAMSAY മെക്ഡൊണാൾഡ്, അദ്ദേഹമായിരുന്നു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുമ്പോൾ അന്ന് ലോർഡ് ഇർവിൻ ആയിരുന്നു അന്നത്തെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ആരൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ തേജ ബഹദൂർ ഷപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, അങ്ങനെ 3 പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഡിപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്ത ആളായിരുന്നു BR അംബേദ്കർ. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇനാഗ്രേറ്റ് ചെയ്ത് കിങ് ജോർജ് IV ആയിരുന്നു. കിങ് ജോർജ് 5ാമൻ, സോ 4ാമനല്ല 5ാമൻ. അപ്പോൾ എത്ര പേരാണ് പങ്കെടുത്തതെന്ന് പറഞ്ഞാൽ അന്ന് 89 പേരായിരുന്നു, 89 പേരായിരുന്നു അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ 1931 സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് നോക്കാം. 7th September 1931 ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്.
ഇതിലൊരു പ്രത്യേകത എന്താവണം, മഹാത്മാഗാന്ധിജി ആകെ കൂടെ പങ്കെടുത്ത ഏക റൗണ്ട് ടേബിൾ കോൺഫറൻസും എന്ന് പറയുന്നതും ഈ 1931 സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ സോൾ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് INC, സോൾ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് INC എന്ന് പറയുന്നതും മഹാത്മാഗാന്ധിജി ആയിരുന്നു. അപ്പോഴും BR അംബേദ്കർ ആയിരുന്നു ഡിപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ വൈസ്രോയ് എന്ന് പറയുന്നത് ലോർഡ് വെല്ലിംഗ്ടൺ ആയിരുന്നു. അന്നത്തെ വൈസ്രോയ് ലോർഡ് വെല്ലിംഗ്ടൺ ആയിരുന്നു. അപ്പോൾ ഇതിൽ അന്ന് എത്ര പേര് പങ്കെടുത്തു പറഞ്ഞാൽ 107 പേരോളം ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്തത്, അതായത് നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് 3 ജാനുവരി 1932 വീണ്ടും സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയൊരു പ്രശസ്തമായിട്ടുള്ള കാര്യം, 1931 ഈ ഒരു കാര്യത്തിന് ഗാന്ധി ഇർവിൻ പാക്റ്റ് എന്നും പറയാറുണ്ട്. ഗാന്ധി ഇർവിൻ പാക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് കാരണം, അല്ലെങ്കിൽ ഗാന്ധി ഇർവിൻ പാക്റ്റ് കാരണമാണ് 1931 സിവിൽ ഡിസോബീഡിയൻ്റ് മൂവ്മെൻറ്റ് നിർത്താനുള്ളൊരു കാരണം എന്തായെന്ന് പറഞ്ഞാലും ഗാന്ധി ഇർവിൻ പാക്റ്റ് ആയിരുന്നു. ഇതിന് ഇനിയൊരു പേരും കൂടെ അറിയപ്പെടും, ഡൽഹി പാക്റ്റ്. അപ്പോൾ ഇത്രയാണ് 1931 സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി 1932 തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നവംബർ 17 ടു ഡിസംബർ 24, 1932 ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൻ്റെ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രശസ്തമായത് 46 ഡെലിഗേറ്റ്സാണ് ആക്ച്വലി ഇതിൽ മുഴുവൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലും ആരുണ്ടായെന്ന് പറഞ്ഞാൽ നമ്മുടെ BR അംബേദ്കറും ഉണ്ടായിരുന്നു, തേജ ബഹദൂർ സപ്രുവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വരാനുള്ളൊരു റീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആയിരുന്നു ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പൂർണ്ണ സ്വരാജും അതേപോലെ റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ അടുത്തൊരു പ്രശസ്തമായിട്ടുള്ളൊരു കാര്യം വരുന്നത് പൂനം പാക്റ്റാണ്. അപ്പോൾ പൂനം പാക്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണൽ അവാർഡിന് കോൾഡ് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു ആക്റ്റാണ്. കമ്മ്യൂണൽ അവാർഡിനെ കോൾഡ് ഓഫ് ചെയ്ത ഒരു ആക്റ്റാണ് പൂനം പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആരൊക്കെയാണ് സൈൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിജിയും BR അംബേദ്കറും കൂടെ സൈൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് എപ്പോഴാണ് സൈൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 സെപ്റ്റംബർ 1932 ഈ ഒരു പൂനം പാക്റ്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ദിസ് പാക്ട് ദി സെപ്പറേറ്റ് ഇലക്ടോറിയൽ ഫോർ ഡിപ്രസ്ഡ് ക്ലാസ് വർ അബോളിഷ്ഡ്. അതായിരുന്നു പൂനം പാക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അടുത്ത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോകുന്നു വിചാരിക്കേണ്ട, കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനാണ് ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു ലാസ്റ്റ് പ്രീ ഇൻഡിപെൻഡൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട്, അതായത് ലാസ്റ്റ് പ്രീ ഇൻഡിപെൻഡൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട്, ലാസ്റ്റ് പ്രീ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് എന്ന് പറയുന്നതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചീഫ് ആർക്കിടെക്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ സാമുവൽ ഹൊറെ ആയിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് പ്രീ ഇൻഡിപെൻഡൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ഫ്രെയിം വർക്ക് ചെയ്ത് ചീഫ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ദി ആർക്കിടെക്റ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ചീഫ് ആർക്കിടെക്റ്റ് സർ സാമുവൽ ഹൊറെ ആണെന്നുണ്ടെങ്കിലും ദി ആർക്കിടെക്റ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് സർ മൗറി ലിൻഫോർഡ് ഗിയർ. ഞാനിവിടെ എഴുതാം, ഇദ്ദേഹമാണ് ചീഫ് ആർക്കിടെക്റ്റ്. ഇനി നമ്മൾ പറയുന്ന ആർക്കിടെക്റ്റ് സർ മൗരീസ് ലിൻഫോർഡ്
ഇയർ. അതേപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാകുന്ന സമയത്ത് അന്ന് അവിടുത്തെ വൈസ്രോയ് എന്ന് പറയുന്നത് ലോർഡ് വെല്ലിംഗ്ടൺ ആയിരുന്നു. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ചാർട്ടർ ഓഫ് സ്ലേവറി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ചാർട്ടർ ഓഫ് സ്ലേവറി ബൈ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇതിന് സമയത്ത് നമ്മുടെ ഈ ആക്ട് വരുന്ന സമയത്തുള്ള വൈസ്രോയ് ലോർഡ് വെല്ലിംഗ്ടണും ഇത് പാസ്സാകുന്ന സമയത്ത് ലോർഡ് ലിൻഡൻകോ ആയിരുന്നു ഈ ആക്ട് പാസ്സാകുന്ന സമയത്ത്. വെല്ലിംഗ്ടൺ വരുന്നത് അപ്രൂവ് ആകുന്ന സമയത്തായിരുന്നു. പാസ്സാകുന്ന സമയത്ത് ലോർഡ് ലിൻഡൻകോ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ദ ആക്ട് വിച്ച് പ്രൊവൈഡ് പ്രൊവിഷണൽ ഓട്ടോണോമി ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരാശയമായിരുന്നു, ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അടുത്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1940 ഓഗസ്റ്റ് ഓഫർ. ഓക്കെ, അപ്പോൾ ഈ ഓഗസ്റ്റ് ഓഫർ വരുന്ന സമയത്ത് ഇവിടുത്തെ വൈസ്രോയ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് ലിൻഡൻകോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി ഓഗസ്റ്റ് ഓഫർ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഇൻസിഡൻറ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ടൈം ലൈനിൻ്റെ രൂപത്തിൽ ഈ ഒരു കാര്യം കൊണ്ടുവരാൻ തന്നെ കാരണം. അപ്പോൾ ആ ടൈം ലൈൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെയൊക്കെയാണ് നടന്നതെന്നുള്ളൊരു കാര്യത്തിന് കറക്റ്റായിട്ട് ഐഡിയ കിട്ടണം. ഓക്കെ, അപ്പോൾ ലോർഡ് ലിൻഡൻകോ ആയിരുന്നു അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. 8 ഓഗസ്റ്റ് 1940 ഈ ഒരു ഓഗസ്റ്റ് ഓഫർ വന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രപ്പോസൽ ടു ദി കോൺഗ്രസ് ഫോർ സെക്യൂറിങ് ഇറ്റ്സ് കോപ്പറേഷൻ ഇൻ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൽ സഹായിക്കണമെന്നാവശ്യമായിട്ടുള്ള വന്ന ഒരു ഓഫറായിരുന്നു ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നടക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇത്രയും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ കോൺഗ്രസ് ആ ഒരു ഓഫറിനെ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ റിജക്റ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷമാണ് 1942 നമ്മുടെ ക്രിപ്സ് മിഷൻ വരുന്നത്. അപ്പോൾ ക്രിപ്സ് മിഷനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ക്രിപ്സ് മിഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ക്രിപ്സ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ സ്റ്റാർഫോർഡ് ക്രിപ്സ് തുടങ്ങി വെച്ച ഒരു മിഷനാണ് ഈ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലേക്ക് സെൻഡ് ചെയ്തത് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ ആരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ അന്നത്തെ സമയത്തും ഇവിടെ ആരെന്നെയായിരുന്നു വൈസ്രോയ്? നമ്മുടെ ലിൻഡൻകോ തന്നെ ആയിരുന്നു, ലോർഡ് ലിൻഡൻകോ തന്നെയായിരുന്നു അന്നും ഇവിടുത്തെ വൈസ്രോയ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിപ്സ് മിഷൻ ഇവിടെ എത്തിയത് മാർച്ച് 22, 1942 അപ്പോൾ ഈ ഒരു കാര്യം ഈ ക്രിപ്സ് മിഷൻ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേഷൻ ഓഫ് ന്യൂ ഇന്ത്യൻ യൂണിയൻ വിച്ച് ഹാവ് ഡോമിനൻറ്റ് സ്റ്റാറ്റസ്. ന്യൂ ഇന്ത്യൻ യൂണിയൻ ഓക്കെ, അപ്പോൾ ഇന്ത്യൻ യൂണിയൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബോഡി ഉണ്ടാക്കുക, കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്ടറൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ബ്രിട്ടീഷ് പ്രോവിൻസസ് ആൻഡ് പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ് വാസ് സെറ്റപ്പ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി വാർ കഴിഞ്ഞ ഉടനെ ബ്രിട്ടീഷ് പ്രോവിൻസസും പ്രിൻസി സ്റ്റേറ്റുമായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് വരിക.
പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംഡ് ബൈ ദിസ് ബോഡി വുഡ് ബി അക്സെപ്റ്റഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ ക്രിപ്സ് മിഷൻ്റെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യുമായിരുന്നു. ഇതായിരുന്നു ക്രിപ്സ് മിഷൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസും ലീഗും ഈ ഒരു ക്രിപ്സ് മിഷൻ്റെ ഓഫറിനെ വീണ്ടും റിജക്റ്റ് ചെയ്യുകയായിരുന്നു അവരും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ക്രിപ്സ് മിഷനെ തിരിച്ച് ഇന്ത്യയിൽ നിന്നും പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്ത്യ വിട്ട് പുറത്തു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നടന്നത് ഏപ്രിൽ 12, 1942 ആ ഒരു കാര്യം നടന്നത്. അപ്പോൾ ഗാന്ധിജി ഇതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ ദി ക്രാഷിംഗ് ബാങ്ക്. ഒരു ക്രാഷിംഗ് ബാങ്കിൽ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് ക്രിപ്സ് മിഷൻ എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വേറെ കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നതിൽ നമുക്ക് ചരിത്ര പ്രശസ്തമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകാം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വരാൻ കാരണം ക്രിപ്സ് മിഷൻ്റെ ഫെയിലിയർ കാരണം കൊണ്ട് രൂപപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1942 മഹാത്മാഗാന്ധിജിയാണ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ച് ഹരിജൻ എന്ന ന്യൂസ് പേപ്പറിലായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്നും വൈസ്രോയ് എന്ന് പറയുന്നത് നമ്മുടെ ലോർഡ് ലിൻലിൻകോ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബോംബെ സെഷനിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയും. ഓഗസ്റ്റ് 8, 1942 ഈ ഒരു ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കാര്യം ഗൗളിയ ടാങ്ക് മൈതാൻ, അവിടെ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ അതിനെ ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു 8 ഓഗസ്റ്റ് 1942 മഹാത്മാഗാന്ധിജി ഒരു സ്പീച്ച് നടത്തുകയുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് 9th ഓഗസ്റ്റാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കാം, 9th ഓഗസ്റ്റാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് നമ്മളെ ആചരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യൻ മൂവ്മെൻറ്റ് ഹീറോ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനായിരുന്നു. ജയപ്രകാശ് നാരായണൻ. അപ്പോൾ ഇതിൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡു ഓർ ഡൈ എന്നുള്ള ഒരു ഫേമസ് കോട്ട്, ഡു ഓർ ഡൈ എന്നുള്ളൊരു ഫേമസ് കോട്ട് വന്നതും ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഈ നടക്കുകയും അപ്പോൾ ഇതിൻ്റെയുള്ള ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നത് 9th ഓഗസ്റ്റ് 1942 നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിജിനെ ആഗ്നേഖാൻ ഫോർട്ടിൽ വയ്ക്കുകയും മറ്റുള്ളവരെ ഫോർട്ട് ഓഫ് അഹമ്മദ് നഗറിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കേരളത്തിലുള്ളൊരു സപ്പോർട്ടായിട്ട് ഡോക്ടർ KB മേനോൻ ആണ് നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കേരളത്തിൽ നടത്തുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള പിന്നീട് നടക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്വതന്ത്രം കിട്ടുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഒരു മാസ് സ്ട്രഗിൾ, നിറയെ പേര് ചേർന്നിട്ടുള്ള ഒരു മാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആയിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിന് ശേഷം വേറെ കുറേ കാര്യങ്ങൾ നടന്നിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കാര്യം വരുന്നത് വേവൽ പ്ലാൻ ആയിരുന്നു. അപ്പോൾ വേവൽ പ്ലാൻ എന്ന് പറയുന്നത് ജൂൺ 14, 1945 ജൂൺ 14, 1945
അപ്പോൾ വേവൽ പ്ലാൻ ജൂൺ 14, 1945. അപ്പോൾ ഇതിൽ അതായത് നമ്മുടെ വേവൽ പ്ലാനിൽ 1945 അത് ഉണ്ടാക്കിയത് ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ ലോർഡ് വേവലായിരുന്നു ഈ ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ലോർഡ് വേവൽ. അപ്പോൾ ഇതിൽ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ? അതായത് 1945 ഈ വേവൽ പ്ലാൻ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇന്ത്യൻ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുക, ഹിന്ദുസിനും മുസ്ലിംസിനും ഈക്വൽ മെമ്പർഷിപ്പ് കൊടുക്കുന്ന രീതിയിലും, അതേപോലെ എല്ലാ പോർട്ട്ഫോളിയോസ് എന്നാൽ മിനിസ്റ്റേഴ്സിൻ്റെ പവറിനെയാണ് പോർട്ട്ഫോളിയോ. എല്ലാ പോർട്ട്ഫോളിയോയും ഡിഫൻസ് ഒഴികെയുള്ള എല്ലാം ട്രാൻസ്ഫർ ചെയ്യാമെന്നും, അതേപോലെ ഓൺലി ഗവർണർ ജനറൽ ആൻഡ് കമാൻഡർ ഇൻ ചീഫ് വിൽ ബി ഫ്രീ ഫ്രം ദി കൺട്രോൾ ഓഫ് ഇന്ത്യൻ മിനിസ്റ്റർ. അപ്പോൾ ഇതിന് ഓൺലി ഗവർണർ ജനറലും കമാൻഡർ ഇൻ ചീഫും. പിന്നെ അതേപോലെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഒരു വീറ്റോ പവർ ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡൻ്റ് ഉള്ള ഒരു പവർ പോലെ വീറ്റോ പവർ എന്ന് പറയുന്നത് പോലെ അന്ന് ഈ ഗവർണർ ജനറൽ ഒരു വീറ്റോ പവർ ഉണ്ടാകും എന്നായിരുന്നു ഈ ഒരു വേവൽ പ്ലാനിൽ പറയുന്നത്. പിന്നെ അതിനുശേഷം നടന്ന ഒരു ഇവൻ്റാണ് സിംല കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ സ്വതന്ത്രത്തോടെ അടുക്കാറായി, 1950 അടുക്കാറായി. അപ്പോൾ 1945 ഈ ഒരു സിംല കോൺഫറൻസ് വന്നത്. ഈ സിംല കോൺഫറൻസ് എന്തിനു വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ, ഈ വേവൽ പറഞ്ഞ കാര്യത്തിൽ, വേവൽ പ്ലാനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയായിരുന്നു ഈ ഒരു സിംല കോൺഫറൻസിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് ആരൊക്കെ തമ്മിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്? വൈസ്രോയ് ലോർഡ് വേവലും അന്നത്തെ മേജർ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സുമായിട്ടായിരുന്നു ആ ഒരു മീറ്റിംഗ് നടന്നത്. അപ്പോൾ സിംല കോൺഫറൻസിൽ മേജറായിട്ട് വേവൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡിസ്കഷൻ ഫെയിലിയർ ആവുകയും ആ ഒരു കാര്യം നടക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ക്യാബിനറ്റ് മിഷൻ 1946 വരുന്നത്. ക്ലെമൻ്റ് അറ്റ്ലി, നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക, ക്ലെമൻ്റ് അറ്റ്ലി. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ക്ലെമൻ്റ് അറ്റ്ലി ആയിരുന്നു. അപ്പോൾ മേജർ ഫങ്ഷൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കോൺസ്റ്റിറ്റ്യൂഷനെ ഫ്രെയിം ചെയ്യുക എന്നാണ് ക്യാബിനറ്റ് മിഷൻ്റെ ഏറ്റവും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. 23 മാർച്ച് 1946 ഈ ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരികയും അന്നത്തെ സമയത്തുള്ള വൈസ്രോയ് എന്ന് പറയുന്നത് നമ്മുടെ ലോർഡ് വേവൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെത്തിക് ലോറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അദ്ദേഹമായിരുന്നു. പെത്തിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാബിനറ്റ് മിഷൻ വരികയും 16 മെയ് 1946 ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപ്രകാരം ഒരു ചെറിയൊരു ഗവൺമെൻറ് ഫോം ചെയ്യും. അത് സെപ്റ്റംബർ 1946 ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ സമയത്തിലുള്ള ആ ഒരു ചെറിയ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ലോർഡ് വേവൽ തന്നെയായിരുന്നു ആ ഒരു ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഹെഡ് എന്നും പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ പ്രകാരം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്യുകയുണ്ടായിരുന്നു. അതെപ്പോഴാണ് പറഞ്ഞാൽ 1946
ഡിസംബർ 6 അത് ഫോം ഉണ്ടായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാബിനറ്റ് മിഷനിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി തൊട്ടടുത്തുള്ളത് ഏതാണെന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ശേഷമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, ക്യാബിനറ്റ് മിഷൻ്റെ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ കം ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ചരിത്ര പ്രശസ്തമായിട്ടുള്ള 1848 തുടങ്ങി 1950 വരെ ഈ ഒരു ചെറിയ മണിക്കൂറുകളിൽ നമ്മൾ 2-3 ഭാഗങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും ചെറുതായിട്ടുള്ളൊരു വീഡിയോ, അല്ലെങ്കിൽ ഇത്രയും ഷോർട്ടാക്കിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1946 നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി 1946 അപ്പോൾ അന്ന് അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അത് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും, എന്തൊക്കെയാണ് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടും. വീണ്ടും തുടങ്ങാം. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്യുന്നത്, ഏകദേശം ഫോം ചെയ്യാനുള്ളൊരു ഐഡിയ എല്ലാം കൊണ്ടുവന്നത്, നമുക്ക് ഇങ്ക് കളർ മാറ്റാം, 6 ഡിസംബർ 1946 1946 ഡിസംബർ 6 അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായിരുന്നു. ആ മീറ്റിംഗ് എന്ന് പറയുന്നത് 9th ഡിസംബർ 1946 നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നടന്നതെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ്. ഓക്കെ, സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ് വെച്ചിട്ടായിരുന്നു, ഡൽഹി വെച്ചിട്ടായിരുന്നു ഈ ഒരു മീറ്റിംഗ് ആദ്യം വന്നത്. അപ്പോൾ ഇതിൽ മൊത്തം അന്ന് 207 പേരാണ് പങ്കെടുത്തത്, ഇൻക്ലൂഡിങ് 9 വനിതകളും. 9 വനിതകളടക്കം 207 പേരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആദ്യമായി അഡ്രസ്സ് ചെയ്തത് JB കൃപാലിനി ആയിരുന്നു ആദ്യം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ സമയത്ത് ഒരു ടെമ്പററി ചെയർമാനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അന്നത്തെ ഒരു ടെമ്പററി ചെയർമാനായിട്ട് എടുത്തത്. അപ്പോൾ അന്നത്തെ പെർമനൻറ്റ് പ്രസിഡൻ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരുന്നു പിന്നീട് തിരഞ്ഞെടുത്തത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് അപ്പോയിൻ്റ് ആയത് HC മുഖർജി. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിനെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞത് BN റോയ് ആയിരുന്നു, RAO റോയ്. അപ്പോൾ ഇതിൽ അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരുന്നു. എന്നിട്ട് ശ്രദ്ധിച്ച് നോക്കുക, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരുന്നു പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളായിട്ട് വരുന്നത്. പ്രിയാമ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ് വരുന്നത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനായിരുന്നു. ഇത് അവതരിപ്പിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 13 ഡിസംബർ 1946 ആയിരുന്നു. 13 ഡിസംബർ 1946 അപ്പോൾ ഇതിൽ എത്ര കമ്മിറ്റീസ്
ടോട്ടലി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എത്ര കമ്മിറ്റീസ് ഉണ്ടായിരുന്നാൽ 22 കമ്മിറ്റീസുകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒറിജിനലായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഏകദേശം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി ഉണ്ട്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോൾ ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്യുന്നത് 1947 നവംബർ 17 ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസിഡൻ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെ ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ അന്നത്തെ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഒരു സ്പീക്കർ എലക്ട് ചെയ്തെടുക്കുകയുണ്ടായി. സ്പീക്കർ GV മൗലങ്കർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ടോട്ടലി എത്ര സെഷൻസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ടോട്ടലി 11 സെഷൻസ് ഇതുപോലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി മൊത്തം എടുത്തത് 2 കൊല്ലവും 11 മാസവും 17 ദിവസവും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം അന്നത്തെ കാലത്ത് 64 ലക്ഷം രൂപ ചിലവാക്കിയിട്ടായിരുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവനായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ വേറെ കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്യാബിനറ്റ് മിഷൻ കുറിച്ചാണ് പറയാനുള്ളത്. ക്യാബിനറ്റ് മിഷൻ ഇപ്പോൾ 1946 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ക്യാബിനറ്റ് മിഷൻ. അതിനുശേഷം ക്യാബിനറ്റ് മിഷൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഫോഴ്സ്, ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ക്ലെമൻ്റ് അറ്റ്ലി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മേജർ എയിം എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ആൻഡ് ഫൈനലൈസ് പ്ലാൻസ് ഫോർ ട്രാൻസ്ഫർ ദി പവർ ഫ്രം ബ്രിട്ടീഷ് റൂളിൽ നിന്നും പവർ ട്രാൻസ്ഫർ ചെയ്യാന്നൊരു എയിം ബ്രിട്ടീഷിൽ നിന്നും ഇന്ത്യക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളൊരു എയിമോടുകൂടെ കൊണ്ടുവന്നതായിരുന്നു ഈ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേക ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻസിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത് 23 മാർച്ച് 1946 അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പെത്തിക് ലോറൻസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ക്യാബിനറ്റ് മിഷൻ ഫൈനലി സബ്മിറ്റ് ചെയ്തത് 16 മെയ് 1946 സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതാണ് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്. 23 മാർച്ച് 1946 ക്യാബിനറ്റ് മിഷൻ വരികയുണ്ടായി. അവർ സബ്മിറ്റ് ചെയ്ത് 16 മെയ് 1946 സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു പോയിൻ്റ് വിട്ടുപോയി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മൊത്തം 7 പേരാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞത് BR അംബേദ്കർ ആയിരുന്നു. അപ്പോൾ പ്രൈം ആർക്കിടെക്ചർ ഓഫ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാന്ന് ചോദിച്ചാലും BR അംബേദ്കർ ആണ്. അതായത് ദി പ്രൈം ആർക്കിടെക്റ്റ് ഓഫ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BR അംബേദ്കർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്ന് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കഴിഞ്ഞ ശേഷം 29 ഓഗസ്റ്റ് 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കാര്യങ്ങളെല്ലാം ശരിയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്ത സമയമാണ് 29 ഓഗസ്റ്റ് 1947. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി
അപ്പോയിൻമെൻറ്റ്. തുടർന്ന് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരികയും ചെയ്തു. ഇത്രയാണ് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബ്രീഫ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ അതിന് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു 7 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 7 പേരെന്ന് പറയുന്നത് BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സലാഹുദ്ദീൻ, അല്ലടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കർ, DP കൈതൻ, BL മിറ്റ്ലർ. ഇത്രയും പേരായിരുന്നു 7 പേരെന്ന് പറയുന്നത്. അങ്ങനെ 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ആണ്. ഞാൻ പല പോയിന്റുകളും വിട്ടുപോയോ എന്നൊരു സംശയമുണ്ട്. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്ന കുറേ ഡേറ്റ്സുകളുണ്ട്. അതും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 26 ജാനുവരി 1950 ആണ്. എന്നിട്ട് ശ്രദ്ധിക്കണം, നിലവിൽ വരുന്നത്. സബ്മിറ്റ് ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അസംബ്ലിയിൽ എല്ലാവരും സൈൻ ചെയ്യുന്നത് 24 ജാനുവരി 1950 50. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അഡോപ്റ്റ് ചെയ്ത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എപ്പോഴാണ്, അതായത് വെൻ ഡിഡ് ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി അഡോപ്റ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആണല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 നവംബർ 1949. ഓക്കെ. അപ്പോൾ മൊത്തം എത്ര പേരാണ് സൈൻ ചെയ്ത് പറഞ്ഞാൽ 284 പേരാണ് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും പ്രശസ്തമായ നവംബർ 14, നവംബർ 26, നവംബർ 26 നമ്മൾ നാഷണൽ ലോ ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ വരുന്നത്. ഇതിൻ്റെ ബാക്കി കുറേ ഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ പാർട്ടുകളും കാണാൻ മറക്കരുത്. ഓരോ പാർട്ടിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് അടുത്ത പാർട്ടിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്രീവിയസ് പാർട്ടുകൾ വിശകലനം ചെയ്തു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ